AC റോഡിലെ കായലും പായലും. പ്രിയ DCL കൂട്ടുകാരെ, ഞങ്ങളുടെ ചങ്ങനാശ്ശേരി പേരുന്ന കവലയിൽ നിന്നും ആലപ്പുഴ റോഡിലേക്ക് കയറി. കുറച്ചുനാൾ മുമ്പ് വരെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന AC റോഡ് യാത്രാക്ലേശത്തിന്റെ പദമായിരുന്നു. AC റോഡിലൂടെയുള്ള യാത്രാഓട്ടം അത്ര ഈസിയല്ലായിരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ് ദുരന്തപൂർണമായിരുന്നു AC റോഡ്. ഇന്ന് പഴയകാല കഥകൾ മാറ്റിയെഴുതി ഏറ്റവും യാത്രാസുഖമുള്ള രാജപഥങ്ങളിലൊന്നായി മാറി. ആലപ്പുഴയ്ക്കു പോകുമ്പോൾ ഏറ്റവും ആകർഷകമായ കാഴ്ച ഇടതുവശം ചേർന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു മനോഹരമായ AC കായലിലായിരുന്നു. അതു കായലല്ല എന്നും AC റോഡ് നിർമ്മാണത്തിനായി മണ്ണെടുത്തപ്പോഴുണ്ടായ കനാൽ ആണെന്നും അറിയാമെങ്കിലും ഈ കനാലിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇതിനെ കായൽ എന്നും വിളിക്കാമെന്നു കരുതി. കാരണം കായലിലെ നിറഞ്ഞ വെള്ളത്തിനു മുകളിൽ പായലും പോളയും നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ഈ പോളയും പായലും കയറി ഈ കനാൽ ഒരു പായൽ പാടം പോലെയല്ലേ എന്നും സഹയാത്രി കനാലായ വൈദിക സുഹൃത്ത് പറയാൻ കയറി. കനാലിന്റെ വ്യക്തിത്വം തന്നെ നശിപ്പിച്ചു പോകുന്നതു കണ്ടപ്പോൾ DCL കൂട്ടുകാരോട് പറയാൻ കുറെ ചിന്തകൾ എൻ്റെ മനസ്സിലുദിച്ചു. അതു കൂട്ടുകാർ എഴുതുമ്പോൾ ശീർഷകത്തിന് ഒരു പ്രാസഭംഗി ഉണ്ടാകട്ടെ എന്നും കരുതിയാണ് AC റോഡിലെ കായലും പായലും എന്ന് ശീർഷകം നൽകിയത്. AC റോഡിലെ കനാൽ നിറയെ പോളയും പായലും നിറയുന്നത് നീക്കം ചെയ്യണമെന്നും അത് പാളത്തുരുത്തിയിൽ നിന്ന് 2 വഴികളിലൂടെ തുറന്നുവിടണമെന്നും ആവശ്യപ്പെട്ട് AC കനാൽ സംരക്ഷണ സമിതി നിരന്തരം സമരത്തിലാണ്. പാളത്തുരുത്തിയിൽ നിന്ന് പൂക്കയതി ആറ്റിലൂടെ തൊട്ടാപ്പള്ളി സ്പിൽവേയിലേക്കും ഈ പോളയും പായലും ഒഴുക്കി സ്പിൽവേയിലേക്കും പുന്നമടക്കായലിലൂടെ വേമ്പനാട്ടു കായലിലേക്കും ഈ
പോളയും പായലും ഒഴുക്കി വിടാമെന്നും. അങ്ങനെ കനാൽ തീര നിവാസികളുടെ ജീവിതം സുരക്ഷിതവും ആശ്വാസകരവും ആകാമെന്നും നാടിന്റെ നന്മയ്ക്കായി യത്നിക്കുന്ന കനാൽ സംരക്ഷണ സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതോടൊപ്പം വേമ്പനാട്ടുകായലിലെ പായൽ തിന്നു തീർക്കാൻ സർക്കാർ ലത്തീനമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത നയോകേറ്റിന എന്ന വണ്ടുകളെ എസി കനാലിലെ പോളകളിലേക്ക് കയറ്റിവിടാനുള്ള പദ്ധതിയും ചർച്ചകളിലുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ചിന്താവിഷയം ഇതിനോട് ചേർത്തു വായിക്കണം. റോഡ് പണിയാൻ മണ്ണെടുത്തപ്പോൾ രൂപപ്പെട്ട കനാലാണെങ്കിലും വെള്ളം നിറഞ്ഞ എസി കനാൽ തീരത്തു കൂടിയും വെള്ളം നിറഞ്ഞ എസി കനാൽ തീരത്തുകൂടിയുള്ള യാത്ര പകലും രാത്രിയിലും സുന്ദരമായ ദൃശ്യ വിരുന്നാണ്. പോളപ്പൂക്കുന്ന കാലത്തു പകൽ യാത്രക്കാർക്ക് ഈ സൗന്ദര്യക്കാഴ്ച അവർണ്ണനീയത തന്നെ. എന്നാൽ പോളപ്പൂക്കൾ ചീയുമ്പോഴുണ്ടാകുന്ന ദുർഗന്ധം ചീറിപ്പായുന്ന യാത്രക്കാർക്ക് അറിയുന്നില്ല. ഇരു കായലിലേക്കും സാധുക്കളായ നിവാസികളാണ് അനുഭവിക്കുന്നത്. ഇനി എസി കനാൽ നമ്മുടെ വ്യക്തിത്വം തന്നെയാണെന്നു ചിന്തിക്കുക. നല്ല തെളിനീരു നിറയുമ്പോൾ കനാൽ ഏറ്റവും പരിസ്ഥിതി സുരക്ഷിതമാകുന്നതുപോലെ മാലിന്യം കലരാത്ത വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് ശ്രേഷ്ഠ സമ്പത്താണ്. എന്നാൽ പല കുട്ടികളുടെയും വ്യക്തിത്വങ്ങളിലേക്ക് പായലും പോളയും പോലെ ചില സൗഹൃദങ്ങളും അതുവഴി ചില പുതിയ സ്വഭാവങ്ങളും കടന്നു
കയറാറുണ്ട്. ആദ്യമൊക്കെ പോളപ്പൂക്കൾ പോലെ അതിൽ പലതും ആകർഷകമായ തോന്നുമെങ്കിലും പോളപ്പൂക്കൾ ചീഞ്ഞ് ദുർഗന്ധം പടർന്ന് സമീപവാസികൾക്ക് ജീവിതം അസൗഹൃദം പോലെ നമ്മിൽ പലരുടെയും സ്വഭാവങ്ങൾ മോശമായി മാറുന്നുണ്ട്. എസി കനാലിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കാണയിലെ പോളപ്പടർന്ന് കനാൽ പോളപ്പാടം പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അടിയിൽ വെള്ളമില്ലെന്നു കരുതി റോഡിൽ നിന്നും പോളയ്ക്കു മുകളിലൂടെ നടക്കാൻ തുടങ്ങിയല്ലോ. കൂട്ടുകാരെ, നമ്മുടെ വ്യക്തിത്വത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ അസ്തിത്വത്തെ വിഴുങ്ങിക്കളയുന്ന സൗഹൃദങ്ങളും ശീലങ്ങളും നമ്മിൽ നീക്കം ചെയ്യണം. കനാൽ സംരക്ഷണ സമിതി പോലെ നമ്മുടെ ചുറ്റും മാതാപിതാക്കളും ഗുരുജനങ്ങളും നിർദ്ദേശങ്ങളുമായി വരുമ്പോൾ ഹൃദയം തുറന്നു സ്വീകരിക്കാം. ദുശ്ശീലങ്ങളെ പാടെ നശിപ്പിക്കാൻ ശേഷിയുള്ള നല്ല മൂല്യങ്ങളുടെയും ഉറച്ച ബോധ്യങ്ങളുടെയും നെയ്യാറ്റിന വണ്ടുകളെ നമ്മുടെ ഉള്ളിലേക്കു തുറന്നുവിടാം. അപ്പോൾ നാം വീടിനും നാടിനും നന്മ ചെയ്യുന്ന നല്ല തെളിനീരു പോലുള്ള വ്യക്തിത്വങ്ങളുമാകും. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ. താങ്ക് യു.